ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആദ്യം 2024 PSC ചോദിച്ച കുറെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഉടനെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് മികച്ച ക്വസ്റ്റ്യൻസ്, അതൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കും. അത് കൂടാണ്ട് മികച്ച കുറച്ച് കാര്യങ്ങൾ പിക്ചർ രൂപത്തിലും പഠിക്കും. ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഉയർന്ന മാർക്ക് കറണ്ട് അഫയേഴ്സിന് സ്വന്തമാക്കാനുള്ള ഒരു സെക്ഷൻ തന്നെയാണിത്. അപ്പൊ ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ആദ്യ ചോദ്യം. അപ്പൊ ഈ മാനവ വികസന സൂചിക എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആരാണ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്? ഇത് ആദ്യമായി ഡെവലപ്പ് ചെയ്തത് ഉൽ ഹക്ക്, പാകിസ്ഥാൻകാരനായ ഉൽ ഹക്കും അതുപോലെ തന്നെ മെഹബൂബ് ഉൽ ഹക്കും നമ്മുടെ ഇന്ത്യക്കാരനായ അമർത്യ സെന്നും കൂടി ചേർന്നാണ്. ഇതില് ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യമാണ് എന്ന് ചോദിച്ചാൽ സ്വിറ്റ്സർലൻഡ് ആണ്. 2024-ലും 2023-ലും ഇന്ത്യ 134 സ്ഥാനത്തായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94% കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക്. ISRO ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജൂലൈ 14, 2023 സതീഷ് ധവാൻ സ്പേസ് സെന്റർ വിക്ഷേപിച്ചു. അവിടെ നിന്നാണ് വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഓഗസ്റ്റ് 23 ദക്ഷിണ ധ്രുവം സൗത്ത് പോൾ ലാൻഡ് ചെയ്തു. എല്ലാം ശരിയാണ്. 2024-2020 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക. ഫൈനലില് ഇന്ത്യ ആണല്ലോ ഒന്നാം സ്ഥാനം ലഭിച്ചത്. രണ്ടാം സ്ഥാനം സൗത്ത് ആഫ്രിക്കയിലെ ദക്ഷിണാഫ്രിക്ക. അപ്പൊ ഫൈനലിൽ ഇവർ രണ്ടും കൂടാണ് മത്സരിച്ചത്. 1-3. ഒന്നാം സ്ഥാനം ഇന്ത്യ നേടി. രണ്ടാം സ്ഥാനമാണ് ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കിയത്. 2020 17 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ കപ്പ് സ്വന്തമാക്കുന്നത്. 2007 ആദ്യ കപ്പ് ലഭിച്ചത്. രോഹിത് ശർമ്മയായിരുന്നു ക്യാപ്റ്റൻ. രാഹുൽ ദ്രാവിഡ് ആയിരുന്നു നമ്മുടെ കോച്ച്. ഇനി വയലാർ അവാർഡ് 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ്. 2024 അശോകൻ ചെരുവിൽ ഏത് കൃതി? കാട്ടൂർ കടവ് എന്ന കൃതി. 18ാം ലോക്സഭ പ്രതിപക്ഷ നേതാവ് ആരാണ്? 18ാം ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇപ്പോഴത്തെ ലോക്സഭ 18ാം ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി വിജയിച്ചു. ഇപ്പോ വയനാട്ടിൽ നിന്ന് വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? 24-ൽ G20 വേദി ബ്രസീൽ. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ഉദ്ഘാടനത്തിന്റെ ഫലമായി 75ാം വർഷമാണ്, അതുകൊണ്ട് തന്നെ 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ എന്ന പേരിലാണ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരം ത്രികോണ ഷേപ്പിലാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ഇസ്രയേലിലെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് ആരാണ്? ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് യൂജിൻ സെർണനാണ്. അപ്പൊ ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയത് ആര്? ആൻസർ യൂജിൻ സെർണൽ. ആൻസർ എന്താണ്? യൂജിൻ സെർണനാണ് ചന്ദ്രനിൽ അവസാനമായിട്ട് കാലുകുത്തിയത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയുടെ പുതിയ ചൈനീസ് സ്ഥാനപതി ഷു ഫെയ്ഹോങ് ഉണ്ട്, സുൻ വീഡോഗ് ഉണ്ട്, ഷി
ചിങ് പിങ് ലുവോ ഷാവോ ഹുയ്. ആൻസർ ഷു ഫെയ്ഹോ. ഇന്ത്യയിലെ പുതിയ ചൈനീസ് സ്ഥാനപതി. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കെ വി മനോജ് കുമാർ. കേരളത്തിലെ ഏത് നഗരത്തിനാണ് അടുത്ത കാലത്ത് യുനെസ്കോ സാഹിത്യ നഗര പദവി ലഭിച്ചത്? ആൻസർ കോഴിക്കോട്. ഇപ്പൊ PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ സാഹിത്യ നഗര പദവി. പുതിയ ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഓം ബിർളയാണ്. ഓം പ്രകാശ് ബിർളയാണ് പുതിയ ലോക്സഭാ സ്പീക്കർ. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോ സാഹിത്യ നഗരി പദവി ലഭിച്ച നഗരം. കണ്ടോ, ഒരേ ചോദ്യപേപ്പറിൽ തന്നെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു. ആൻസർ കോഴിക്കോട്. അടുത്ത ചോദ്യം, ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ ഈ ആത്മകഥ ഏത് കായിക താരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? PR ശ്രീജേഷ്. ഫെയ്ത്ത് ബിഹൈൻഡ് ദി ഗ്രിൽ എന്ന ആത്മകഥ ഇന്ത്യൻ കായിക താരം PR ശ്രീജേഷ്. ഹോക്കി കീപ്പറാണ് PR ശ്രീജേഷ്. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. ഇപ്പോൾ 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടി. 2 ഹോക്കി മത്സരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത വ്യക്തിയാണ് PR ശ്രീജേഷ്. 2 ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ഏക മലയാളി കൂടിയാണ് PR ശ്രീജേഷ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ മലയാളി കായിക താരം ആരാണ്? PT ഉഷ. ഇന്ത്യൻ റെയിൽവേ ഈയിടെ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ പാലത്തിലൂടെ തീവണ്ടിയുടെ പരീക്ഷണ യാത്ര നടത്തി. ഏത് നദിക്ക് കുറുകെയായിരുന്നു ഈ പാലം? ചിനാബ് നദി. ISRO 2023 സെപ്റ്റംബർ 2 നടപ്പിലാക്കിയ ദൗത്യമാണ് സൂര്യനിലേക്കുള്ള ദൗത്യമാണ് ആദിത്യ L1. ബുക്കർ പുരസ്കാരം ഏതെല്ലാം രാജ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്ക് നൽകുന്നു? ബുക്കർ സമ്മാനം അയർലൻഡ്, UK പ്രസിദ്ധീകരിക്കുന്ന സാഹിത്യകൃതികൾക്കാണ് നൽകുന്നത്. 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഏത് മേഖലയുടെ കണ്ടുപിടുത്തത്തിനാണ്? 2023. ഇനി 24 ചോദ്യവും പ്രതീക്ഷിക്കണം. ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തം, അതിന്റെ സങ്കലനം. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ-L1 2023 സെപ്റ്റംബർ 2 ISRO ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. ആദിത്യ-L1 എന്നത് എന്താണ്? ലഗ്രാഞ്ച് പോയിന്റ് 1 ആണ്. സൂര്യനെ തടസ്സമൊന്നും കൂടാണ്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന പോയിന്റ് ആണ് ലഗ്രാഞ്ച് പോയിന്റ് 1. സാമൂഹിക നീതി വകുപ്പ് കീഴിൽ സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായുള്ള പദ്ധതി എന്ത്? വയോ അമൃതം. HIV ബാധിതരുടെ മക്കൾക്ക് പ്രത്യേകം കരുതൽ നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? HIV ബാധിതരാണ്, എയ്ഡ്സ്. സ്നേഹപൂർവം ഇതിനകത്ത് ഉൾപ്പെടുന്നു. രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്കുള്ള പദ്ധതി കൂടിയാണ് സ്നേഹപൂർവം. കേരളത്തിൽ കുങ്കുമ കൃഷി ചെയ്യുന്നത് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ലയിലാണ് കുങ്കുമ കൃഷി ചെയ്യുന്നത്. കുങ്കുമ കൃഷിയിൽ മുന്നിലുള്ളത് ജമ്മു കാശ്മീരാണ്. കരേവ എന്ന മണ്ണ് കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്. കാന്തലൂര് അപ്പങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന, പഴക്കൂടകളുടെ നാടെന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് ഇടുക്കി ജില്ലയിലാണ്. ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിനായി കേരള സർക്കാർ കൊണ്ടുവന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ശൈലി. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച് 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം കരസ്ഥമാക്കിയ ശാസ്ത്രജ്ഞൻ കാരലിൻ കരിക്കോയും ഡ്രൂ വെയ്സ്മാനും. mRNA കണ്ടുപിടുത്തം കോവിഡ് വാക്സിന്റെ വികസിപ്പിച്ചു. 2023 പരിസ്ഥിതി ദിനാഘോഷങ്ങൾ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? നെതർലൻഡ് ആണ്. 2023 പരിസ്ഥിതി ദിനാഘോഷം, 2024 ക്ലൈമറ്റ് ചേഞ്ച് UAE, സൗദി അറേബ്യ ആയിരുന്നു. അപ്പോ ഇനി നമ്മൾ 2-3 പോയിന്റ് ചിത്രരൂപത്തിൽ പഠിക്കുന്നു. ഇനി പോർട്ട് ബ്ലെയർ ഇല്ല, ശ്രീ വിജയരാം. ആൻഡമാൻ നിക്കോബാർ തലസ്ഥാനത്തിന്റെ പേര് പോർട്ട് ബ്ലെയർ എന്നായിരുന്നു. ഇനി മുതൽ അതിന്റെ പേര് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മാറ്റി. ഇനി ആൻഡമാന്റെ തലസ്ഥാനത്തിന്റെ പേര് ശ്രീ വിജയപുരം എന്നാണ്. വിജയപുരം. ഇനി ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരാണ്? അതിഷി മർലേന. ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് അതിഷി മർലേന. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന 3ാമത്തെ വനിതയാണ്.
സുഷമ സ്വരാജ് ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി മർലേന. ഇനി എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യമാണ് നിയമങ്ങളുടെ പേരുമാറ്റം. ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് വെച്ചാൽ ഐ പി സി ആയിരുന്നു. 1860 ഇതിനി ഭാരതീയ ന്യായ സംഹിത 2023 എന്നറിയപ്പെടും. ഇന്ത്യൻ ശിക്ഷാ നിയമം IPC 2023 ഭാരതീയ ന്യായ സംഹിത 2023 എന്ന് അറിയപ്പെടും. ക്രിമിനൽ നടപടി ചട്ടമുണ്ട്, അത് CRPC 1898 1973 ഉണ്ട്. ഇതിനെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്നറിയപ്പെടും. ക്രിമിനൽ നടപടി ചട്ടം CRPC 1898 ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 എന്ന് അറിയപ്പെടും. ഇന്ത്യൻ തെളിവ് നിയമം, തെളിവ് നൽകണമെങ്കിൽ സാക്ഷി വേണ്ടേ? ഭാരതീയ സാക്ഷ്യ നിയമം 2023 എന്നറിയപ്പെടും. തെളിവ് നിയമം 1872 അത് ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്ന് അറിയപ്പെടും. അപ്പൊ ഇന്ത്യൻ ശിക്ഷാ നിയമം IPC ഭാരതീയ ന്യായ സംഹിതയായി, ക്രിമിനൽ CRPC ആണ്, അത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയായി. ഇനി ഇന്ത്യൻ തെളിവ് നിയമം 1872 ഭാരതീയ സാക്ഷ്യ അധിനിയമം. അടുത്തൊരു കാര്യം, ദീർഘകാല ഗവേഷണത്തിനൊടുവിൽ പുതിയൊരു രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു. 1972 ആദ്യമായി കണ്ടെത്തിയ ANWJ ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജനെ ചുറ്റിപ്പറ്റിയുള്ള 50 വർഷം പഴക്കമുള്ള നിഗൂഢതയാണ് ഈ ഒരു വഴിത്തിരിവ്. അപ്പൊ MAL എന്നറിയപ്പെടുന്ന പുതിയ രക്തഗ്രൂപ്പ് സിസ്റ്റം ബിസ്റ്റോൾ യൂണിവേഴ്സിറ്റി NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ഒരു സംഘം ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു. പുതിയൊരു രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു. MAL എന്ന് വിളിക്കുന്ന പുതിയൊരു രക്തഗ്രൂപ്പ് തിരിച്ചറിഞ്ഞു. ഇനി നമ്മളൊരു 10 ചോദ്യത്തിലേക്ക് പോവുകയാണ്. 2024 15 ചോദ്യങ്ങൾ. വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൃതി കാട്ടൂർക്കടം. എഴുത്തച്ഛൻ പുരസ്കാരം 2024 ലഭിച്ചത് NS മാധവൻ. ഇനി 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് ആരാണ്? 24 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് K ജയകുമാർ, പിങ്കള കേശിനി എന്ന കൃതിക്കാണ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് K ജയകുമാർ, പിങ്കള കേശിനി എന്ന കൃതിയാണ്. 24 കേരള ജ്യോതി ലഭിച്ചു MK സാനു. വെരി ഇമ്പോർട്ടന്റ്. കേരള ജ്യോതി ആർക്ക് ലഭിച്ചു? MK സാനു. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ് എന്നതാണ് കൃതി. കവിത മാംസഭോജി. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 24 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം സ്വന്തമാക്കിയത് ഇന്ത്യ. ആരാണ് ലഭിച്ചത്? D ഗുഗേഷ്, ദൊമ്മരാജ് ഗുഗേഷിനാണ് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത്. 18ാമത്തെ ചെസ് മത്സരം. 18 വയസ്സുള്ള D ഗുഗേഷ് ചെസ് ചാമ്പ്യൻ ആകുന്നു. ഗ്രാൻഡ് മാസ്റ്റർ D ഗുഗേഷ് ഏത് സംസ്ഥാനക്കാരനാണ്? തമിഴ്നാട്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യൻ കൂടിയാണ് D ഗുഗേഷ്, 18 വയസ്സ് മാത്രം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിന്റെ ശിഷ്യൻ കൂടിയാണ് D ഗുഗേഷ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജംദാറാണ്. നിതിൻ മധുകർ ജംദാർ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ തബലവാദ്യൻ ആരാണ്? ഉസ്താദ് സക്കീർ ഹുസൈൻ. 2024 അന്തരിച്ച ലോക പ്രശസ്ത ഇന്ത്യൻ തബലവാദകനാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. 2024 ജൂലൈ മാസം വയനാട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മലനിരയുടെ പേരെന്ത്? ചൂരൽമലയിലാണ്, വയനാട് ജില്ലയിലാണ് ഉരുൾപൊട്ടൽ. 2024 ജൂലൈയിലാണ്. വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും തകർന്ന സ്കൂൾ ഏത്? വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ നമ്മൾ ഇന്ന് ഒരു 30ഓളം 2024 പ്രീവിയസ് ഈ ഒരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കുറച്ച് ക്വസ്റ്റ്യൻസ് പിക്ചർ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ 15 ചോദ്യങ്ങളും കണ്ടു.
ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു അവാർഡാണ് ഓസ്കാർ അവാർഡ്. 96ാമത് ഓസ്കാർ പുരസ്കാരം. മികച്ച ചിത്രമാണ് ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫിയാണ്. മികച്ച നടി എമ്മ സ്റ്റോൺ, പ്യുവർ തിങ്സ് എന്ന കൃതി. മികച്ച സംവിധായകൻ ഓപ്പൺഹൈമറിലെ ക്രിസ്റ്റഫർ നോളനാണ്. ക്രിസ്റ്റഫർ നോളൻ. അപ്പൊ മികച്ച ചിത്രമാണ് എപ്പോഴും ചോദിക്കുന്നത് ഓപ്പൺഹൈമർ. മികച്ച നടൻ കിലിയൻ മർഫി, മികച്ച നടി എമ്മ സ്റ്റോൺ, മികച്ച സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ. സഹനടൻ റോബർട്ട് ഡൗണി ജൂനിയർ ആണ്. ഇനി അനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഉണ്ട് വാർ ഈസ് ഓവർ. അനിമേഷൻ ചിത്രം ദ ബോയ് ആൻഡ് ഹെറോൺ ആണ്. ബോയ് ആൻഡ് ഹെറോൺ. എന്താണ് വിദേശ ഭാഷാ ചിത്രം? സോൺ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. വിദേശത്ത് പോകാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. സോൺ ഓഫ് ഇൻട്രസ്റ്റ്. മികച്ച ഡോക്യുമെന്ററി എന്താണ്? ഡോക്യുമെന്ററി എന്ന് വെച്ചാൽ ചെറുതാണ്, ഒരു 20 ദിവസത്തിനുള്ളിലൊക്കെ തീർക്കണം എന്ന് ആലോചിച്ച് നോക്കുക. 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ. 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ. 20 ഡേയ്സ് ഇൻ മരിയപ്പോൾ. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കി നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നന്നായി പഠിക്കുക, കൂടുതൽ റിവിഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ക്ലാസ് പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.